അധികം കുക്കിംഗ് ഒന്നും ചെയ്യാതെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് നബ്ബ. ഇതിനായി നമുക്ക് വേണ്ടത് ആദ്യം ഒരു ആപ്പിളാട്ടോ. ഒരാപ്പിളില്ലേലും കുഴപ്പമില്ല, ഒരു പകുതി ആപ്പിളയിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യണം. നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കിയ ശേഷം നമുക്ക് അടുത്ത് വേണ്ടത് റോബസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ആപ്പിൾ കട്ട് ചെയ്തത് അതേപോലെ നമ്മൾ റോബസ്റ്റും കട്ട് ചെയ്യുക. അടുത്തത് നമ്മളൊരു 3 ഡേറ്റ്സും കുറച്ച് ബദാമും കൊടുക്കുക. എന്നിട്ട് ആ ബദാം കട്ട് ചെയ്ത് കൊടുക്കണം എന്തിനാ വെച്ചാൽ നമുക്ക് കടിക്കാൻ കിട്ടണം. ഡേറ്റ്സും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് കുറെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തീരും. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പിൻഡോളന്റെ ഹൈ പ്രോട്ടീൻ ഓട്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതിക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 100 ml പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അതന്നെ ധാരാളമാണ്. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ചിയാ സീഡ് ആട്ടോ. ഇത് നമ്മളെ ഹേർട്ട് ഹെൽത്തിനും ഡയജഷനൊക്കെ നല്ല സാധനമാണ്. മാത്രമല്ല ഇതിലിടുമ്പോൾ കടിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. ഓവർനൈറ്റ് ഓട്സ് ആയാലും സ്മൂത്തി ആണെങ്കിൽ ഈ സാധനം ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഈ സംഭവങ്ങളൊക്കെ ഇട്ട ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്തില്ലെങ്കിൽ എന്താ അറിയാം, നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കും. സോ അതിലൊരു കോംപ്രമൈസും വരുത്തരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു പാത്രത്തിൽ അടക്കുക, ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുക. രാവിലെ ആകുമ്പോഴത്തേനും അതായിട്ടുണ്ടാവും.